guys, welcome back to Princeton Vlogs. Guys, നമ്മൾ ഇന്ന് ഇത്രയും സന്തോഷിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ സ്കൂൾ ടൂറാണ്. സ്കൂൾ ടൂർ എന്ന് വെച്ചാൽ സ്കൂൾ ടൂർ. അപ്പം എങ്ങോട്ടാന്ന് വെച്ചാൽ അതെ ഗൈസ്, സോനൂട്ടൻ പറഞ്ഞ പോലെ സോനൂട്ടന് ഇന്ന് വൺ ഡേ ടൂറാണ്. ഇന്നെന്ന് വെച്ചാൽ ഒക്ടോബർ 24-നാണ് ഈ ടൂറ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൃത്യം 5:30 തന്നെ അവിടെ എത്തിച്ചു. സോനൂട്ടനാണ് ടാറ്റയും ഉമ്മയും തന്നിട്ട് പോകുന്നത്. അങ്ങനെ ബസ്സിലോട്ട് കയറ്റാൻ അവരെ കൊണ്ടുപോവുകയാണ്. സോനൂട്ടൻ കയറുന്ന ബസ് 5-ാം നമ്പറാണ്. മൊത്തം 6 ബസ്സുണ്ടായിരുന്നു. അതായത് 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകാർക്കായിരുന്നു ഇന്നത്തെ ആ ടൂറ്. ഓരോ സെക്ഷനായിട്ടാണ് ടൂർ വെച്ചത്. അപ്പോൾ 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകാർക്ക് ഈ ഒക്ടോബർ 24 അപ്പോൾ 6 ബസ്സുണ്ടായിരുന്നു മൊത്തം. 5-ാം നമ്പർ ബസ്സിലാണ് സോനൂട്ടൻ പോയത്. അപ്പോൾ എൻ്റെ സോനൂട്ടനാണ് എൻ്റെ അവിടെ ഇന്ന് ടാറ്റ തരുന്നത്. സോനൂട്ടനാണ്. അവൻ കയറിയിട്ട് ടാറ്റ തരുവാണ്. അവനൊരു വിഷമമില്ലായിരുന്നു, പക്ഷേ എനിക്ക് വിഷമമായിരുന്നു. അവനിങ്ങനെ അങ്ങോട്ട് യാത്ര പറഞ്ഞ് ഇങ്ങനെ ടാറ്റ തന്നു പോയപ്പോൾ എനിക്കെന്തോ മനസ്സിൽ ഭയങ്കര ഒരു വിഷമമായിരുന്നു. അതെല്ലാ അമ്മമാർക്കൊക്കെ അങ്ങനെയാണ്. എങ്കിലും കുഞ്ഞുങ്ങൾ എൻജോയ് ചെയ്യാൻ പോകാമെന്നറിയാമെങ്കിലും നമുക്ക് ഒരു സങ്കടമാണ്. പിന്നെ ഇതിനകത്ത് ചില കുഞ്ഞുങ്ങളൊക്കെ കരുതുന്നുണ്ട്. അവർ പപ്പായും മമ്മിയും ഒരു ദിവസത്തേക്ക് മാറി നിൽക്കുന്നതുകൊണ്ടായിരിക്കും കാര്യം. സോനൂട്ടൻ പിന്നെ കരഞ്ഞൊന്നുമില്ല, അവന് എൻജോയ് മൂടായിരുന്നു. അവൻ നല്ല സന്തോഷത്തിൽ പോകുമായിരുന്നു. ചില 1-2 കുഞ്ഞുങ്ങൾ ഇങ്ങനെ കരഞ്ഞ് വിഷമിച്ച് ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കണ്ടു. പിന്നെ അവരെ ടീച്ചേഴ്സ് കെയറായിട്ട്, എന്തായാലും സെക്കൻഡ് മദർ ആണല്ലോ ടീച്ചേഴ്സ് എന്ന് പറയുന്നത്, അവരെ കെയറായിട്ട് കൊണ്ടുപോയി ഹാൻഡിൽ ചെയ്തു. അങ്ങനെ ബസ് കൃത്യം പറഞ്ഞ സമയത്ത് തന്നെ ബസ് സ്റ്റാർട്ട് ചെയ്തു പോയി. പിന്നെ ഇതിനകത്ത് പല പേരൻസിൻ്റെയും കുഞ്ഞുങ്ങൾ, അതായത് ഇതിൻ്റെ ചേച്ചിമാരെ, ഈ പോയ കുഞ്ഞുങ്ങളെ ചേച്ചിമാരോ ചേട്ടന്മാരൊക്കെ ഈ സ്കൂളിൽ തന്നെ പഠിക്കുന്നവരുണ്ട്. ഞങ്ങൾക്ക് വീട്ടിൽ ചെന്നിട്ട് വേണം അവരെ തിരിച്ച് സ്കൂളിൽ ഒരുക്കി വിടാൻ വേണ്ടി എല്ലാം റെഡിയാക്കാനൊക്കെ ഞാനടക്കം. പൊന്നും ഇവിടെ തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ എനിക്കിവിടെ 7:30 ആകുമ്പോഴത്തേക്ക് ബസ് വരും. അപ്പോൾ 7:30 ആകുമ്പോഴത്തേക്ക് എല്ലാം റെഡിയാക്കി ഒരുക്കി വിടണം. പൊന്നു എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അനിയനെ വിടാൻ വേണ്ടി. അവളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ വിളിച്ചോട്ട് വന്നാൽ എനിക്കൊരു കൂട്ടിന് വാടിയെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നപ്പോൾ പാവം കൂടെ വന്നു, ഉറക്കത്തിലും കൂടെ വന്നു. അപ്പം ബസ് കൃത്യം സമയത്ത് തന്നെ ഇറക്കി. അങ്ങനെ പിന്നെ പേരൻസ് എല്ലാം പെട്ടെന്ന് തന്നെ അവരവരുടെ വീടുകളിലേക്ക് തിരിച്ചു പോയി. കാരണം അടുത്ത കുഞ്ഞുങ്ങളെ വിടണമല്ലോ, സ്കൂളിലേക്ക് വിടണമല്ലോ, അതിനു വേണ്ടി. പിന്നാണെങ്കിൽ ഞങ്ങൾ ഓരോ അപ്ഡേഷനും അറിയിക്കുന്നുണ്ടായിരുന്നു. എവിടേക്കായി എന്തൊക്കെയായി എന്നെല്ലാം അറിയിക്കുന്നുണ്ടായിരുന്നു. ഫുഡ് കഴിക്കുന്നതും എല്ലാം അപ്ഡേഷൻ എല്ലാം കൂടെ ഗ്രൂപ്പിൽ ടീച്ചേഴ്സ് ഇടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ടെൻഷനില്ലായിരുന്നു. പിന്നെ വൈകിട്ട് ഞങ്ങൾ പിക്ക് ചെയ്യാൻ ചെന്നപ്പോൾ ഉള്ളതാണ് ഇത്. എന്ത് രസമുണ്ടാകും ബസ് വരുന്നത് കാണാൻ അല്ലേ. രാത്രിയിൽ ആ ഫുള്ള് ലൈറ്റും പാട്ടൊക്കെ ഇട്ട് തകർത്താണ് വന്നത്. പക്ഷെ ഞാൻ പാട്ട് ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല, കാരണം കോപ്പിറൈറ്റ് വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ആഡ് ചെയ്യുന്നില്ല. എന്ത് രസമാണ് രാത്രിയിൽ ആ ബസ് കാണാൻ. എൻ്റെ സോനൂട്ടനാണെങ്കിൽ വണ്ടി എന്ന് പറഞ്ഞാൽ ഒരുമാതിരി ചത്ത് കിടക്കും. അവൻ്റെ ഇഷ്ടം പോലെ വണ്ടിയുണ്ട്. ചെറുപ്പം തൊട്ടുള്ള വണ്ടി അവന് സൂക്ഷിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു ദിവസം അത് വീഡിയോ എടുത്ത് നിങ്ങളെയൊക്കെ കാണിക്കാൻ. സോനുവിൻ്റെ ഒരു വണ്ടിയുടെ ഒരു ചെറിയ പീസ് പോയിട്ടുണ്ടെങ്കിൽ അവന് വിഷമമാണ്. പിന്നെ അത് അവൻ അതുപോലെ വണ്ടിക്ക് എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചാൽ അമ്മേ എനിക്ക് എന്തെങ്കിലും ഒരു വണ്ടി വാങ്ങിച്ചു തന്നാൽ മതി. അവൻ ഈ ഡാർക്ക് ഫാൻറ്റസിയുടെ ബോക്സ് കിട്ടത്തില്ലേ, അതേവരെ വണ്ടി പോലെ ഉണ്ടാക്കി അവൻ ഫിറ്റ് ചെയ്തിട്ട് ഓടിച്ചുകൊണ്ട് നടക്കും. അവൻ ഇത്രയും ഒത്തിരി വണ്ടി കൊണ്ടുവരും ആ വണ്ടി. എന്നിട്ടും അവന് അത്രയ്ക്ക് ഇഷ്ടമാണ് അവന് വണ്ടി. പിന്നെ ഈ ടൂർ കൊണ്ടുപോയ ടീച്ചേഴ്സിനെല്ലാം ഞാൻ ഒത്തിരി നന്ദിയും പറയുന്നത്. കാരണം സെക്കൻഡ് മദർ ആണല്ലോ ടീച്ചേഴ്സ്. കുഞ്ഞുങ്ങളെല്ലാം കെയറായിട്ട് കൊണ്ടുപോയി അവരെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ തന്നെ നോക്കി തിരിച്ചു കൊണ്ടുവന്നതിന് വലിയൊരു നന്ദി. അവരെ അഭിനന്ദിക്കേണ്ട കാര്യം തന്നെയാണ്. ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് മദറാണ്, അവരെ അഭിനന്ദിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പം സോനു പറഞ്ഞു അടിപൊളി പാർക്കായിരുന്നു, അവിടെ നല്ല ഒത്തിരി വൈബ് ഉണ്ടായിരുന്നു, അവിടുത്തെ ആ സ്റ്റാഫ് എല്ലാം നല്ല കെയർ ആയിരുന്നു എന്ന് പറഞ്ഞു. സോനുവിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇനി ഞാൻ പറയാം, അവൻ പോയത് കൊച്ചിയിൽ ചിറ്റിലപ്പള്ളി സ്ക്വയർ പാർക്ക്, അവിടെയാണ് പോയത് വൺ ഡേ ടൂറ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ വരാം. ബൈ ബൈ.